മറിയം വചനത്തിൻ്റെ ഒരു ഉപാസകയാണ് എന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി പുരോഗമിക്കാനും ഉടമ്പടി വളരാൻ നല്ലത് മറിയത്തിനെ മാതൃകയാക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ടോക്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ ആധ്യാത്മികത പലപ്പോഴും ഉടമ്പടി കയറി വരുന്നില്ല. അപ്പോൾ ഞാനത് ദിവസങ്ങളിൽ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. കാര്യം പണ്ട് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു മരിയൻ ധ്യാനമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ പുതിയ വെളിപ്പാടുകൾ. അവർക്കൊരു മറിയത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ റെവലേഷൻസ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, മേരി മദർ ഓഫ് ഗോഡ്, മറിയത്തിൻ്റെ സുവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ട്, ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അതെല്ലാം ഈ മരിയൻ വെളിപാടുകളാണ്. അത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ക്രിസ്തുവിൻ്റെ ശക്തി ടാപ്പ് ചെയ്യണത് ഉടമ്പടിയിലൂടെ. കാര്യം ക്രിസ്തുവിനെ അറിയാനും ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഈശോ കുർബാനയിലെ ബലിപീഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് റെവലേഷൻ എന്താണ്? ഒരേ ഒരു റെവലേഷൻ അല്ല, ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ടോപ്പ് റെവലേഷൻ, വലിയ വെളിപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യാക്കോബിൻ്റെ ഭവനത്തിൽ, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ് അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അനുഭവം എന്താണ്? അവൻ അവൻ വലിയവനായിരിക്കും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ലൂക്കാ 1:32-33. ലൂക്കാസ് സുവിശേഷം 1:32-33. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളിലെ കാതല് ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. മറിയമാണത് ആദ്യം അനുഭവിച്ചത്. മറിയത്തിനെ വയറ്റിലിട്ട് വളർത്തി വീട്ടിൽ നിർത്തി വളർത്തി ആളാണ് ക്രിസ്തു. മനുഷ്യപുത്രനെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി പിന്നെ വീട്ടിൽ നിർത്തി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവലേഷനിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ മറിയത്തിൻ്റെ, അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താൻ വയറ്റിലിട്ട് വളർത്തിയിരിക്കുന്നയാൾ, പ്രസവിച്ച് വീട്ടിൽ വളർത്തിയിരിക്കുന്നയാൾ, അവനെക്കുറിച്ചുള്ള ദേവപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷയമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ ജപ്തി നടപടിയുണ്ട്. നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം സാക്ഷ്യം ഇനിയിപ്പോൾ വരാൻ പോണതല്ലേ ഉള്ളൂ. അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവന് അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജിഫ്റ്റ് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാ. അങ്ങനെ ലോകത്ത് ഒരിടത്തും ആവശ്യപ്പെടത്തില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ കൃപാസനത്തിൽ വരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിഫ്റ്റ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത് അല്ലേ? അപ്പോൾ ഇത് ഏറ്റവും വലിയ ജപ്റ്റ് മനുഷ്യരാശിയെ ജപ്റ്റ് ചെയ്തിരിക്കുന്നത് സാത്താനാണ്. അവൻ്റെ ജപ്റ്റിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ചീള് കാര്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ പേപ്പർ മാതാവിനെ കാണിക്കാമെന്ന് പറയും. അതാണ് വിഷയം, എൻ്റെ വിഷയം. ആ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ വളരെ സീരിയസാണ്. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്, അത് ചെല്ലും. എന്നിട്ട് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഏൽപ്പിക്കും. അത് നിങ്ങളോർക്കും ഇതൊക്കെ ഒരു ആൾക്കാർ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണം. അല്ല, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമല്ല, മറിയം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ.
എന്താണ് മറിയം ചെയ്തത്? എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് മറിയത്തിന് അറിയാം വലിയവനാണെന്ന്. എലിസബത്ത്, പരിശുദ്ധാത്മാവ് എലിസബത്തിനെ കാണാൻ വേണ്ടി അമ്മ തിടുക്കത്തിൽ ചെല്ലുമല്ല. അതെട്ട് തിടുക്കത്തിൽ വായിച്ചത് ലൂക്ക 1:39. ലൂക്ക 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പൊ മറിയത്തിന്റെ ഒരു മൗലികമായ ഒരു ആക്ഷൻ മോഡാണിത്. എന്താണ്? ആള് തിടുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഉടനടി പരിഹാരം എന്നൊക്കെ ഞാൻ ആദ്യ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തിടുക്കം എനിക്കറിയാം, തിടുക്കത്തെക്കുറിച്ച്. സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ഉടമ്പടി ചെയ്തെങ്കിൽ അമ്മ ആ വിഷയത്തിൽ തിടുക്കം കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് ഉടമ്പടി ഉടനടി ഇല്ല, പിന്നെ ഇങ്ങനെ പരിഹാരമുണ്ട്.